ഈ അടുത്ത് ജയിലിൽ പോയ ഒരു സഹോദരൻ ജയിലിലെ കഥ പറയുകയാണ്. ജയിലിലെ കഥ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ പോയ ജയിലില് MDMമായി വന്നപ്പോ ആ ചെറുപ്പക്കാരൻ കഥ പറയുകയാണ്. ജയിലിൽ പോയ അനുഭവം ഞാൻ ചോദിച്ചപ്പോ സംസാരിച്ചപ്പോ പറഞ്ഞ ഒരു വാക്കാണ്, ഉസ്താദേ, ഞാൻ കടന്ന ജയിലിൽ ഒരു തങ്ങള് കിടപ്പുണ്ട്. എന്റെ സെല്ലിനടുത്തൊരു തങ്ങള് കിടക്കുന്നുണ്ട്. MDM ആയപ്പോ വന്നപ്പോ പിടിച്ചത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ എത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പേടിയില്ലടോ. ഇന്ന് ഭയമെന്ന് പറയുന്ന ഒന്നുമില്ല. കഞ്ചാവോ കള്ളോ പെണ്ണോ എല്ലാം ഫ്രീ. പണ്ട് തൊടലും പിടിക്കലൊക്കെ പാവവാ. ഇന്ന് നെഞ്ചത്ത് കയറി മടിയിൽ കയറി ഇരുന്നാലും പാവമൊന്നുമല്ല. പണ്ട് തൊട്ടാ പേടി, തൊടാൻ പേടി, ഇപ്പൊ കിടക്കാനും പേടിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളും പെണ്ണും ആർക്ക് വേണം? എന്റെ പ്രിയപ്പെട്ടവരെ, ഫ്രീ ആയിട്ട് കിട്ടുന്ന കാലം. ഇന്ന് തെറ്റുകൾ ചെയ്യാനുള്ള അവസരം കൂടുതലാ. തെരഞ്ഞൊന്നും നടക്കണ്ട. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരാന് അവിടുന്ന് നബി തങ്ങളോട് അനുവാദം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, ആരാണോ ആ വാതിലിൽ മുട്ടുന്നത്, ആരാണോ ആ വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ പറയണം, വബശ്ശിറുഹു ബിൽ ജന്നാ. ആ വാതിൽ തുറന്നിട്ടാ നിൽക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. ഞാനും നിങ്ങളും ജീവിക്കുന്നത് തന്നെ സ്വർഗത്തിൽ പോകാനാണ്. നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു അഭിലാഷമാണ്. പടച്ചവനെ, ആ കുതിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ അവകാശിയാണ്. ആ പുറത്തു വന്ന് നിൽക്കുന്ന മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാ എന്ന് സന്തോഷ വാർത്ത പറയണേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പടച്ചവനെ സ്വഹാബി അത്ഭുതപ്പെടുകയാണ്. ആരാണ് പടച്ചവന്? ആ പുറത്തു വന്ന് നിൽക്കുന്ന മനുഷ്യനാരാണ്? നബി തങ്ങൾ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത പറഞ്ഞിരിക്കുകയാണല്ലോ. അതാരാണ് പടച്ചവന്? അതാ സ്വഹാബി എളുപ്പത്തിൽ ഓടുകയാണ്. ഓടിച്ചെന്ന് പടച്ചവനെ അടച്ചിട്ടിരിക്കുന്ന വാതിലങ്ങ് തുറക്കുമ്പോ ആരാണ് പുറത്തു നിൽക്കുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ അബൂബക്കർ തങ്ങളാണ് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെന്ന് പടച്ചവര് അതാ സ്വഹാബി പറയുന്ന അബൂബക്കർ തങ്ങള്, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുത്തുനബി അവിടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അബൂബക്കർ തങ്ങളോട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറയുകയാണ്. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അവിടെ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. നബി തങ്ങളുടെ ചാരത്തിരിക്കുകയാണ്. പടച്ചവനെ, അതാ കുറച്ചു കഴിഞ്ഞ സ്വഹാബി ഇറങ്ങി പോവുകയാ. അതാ കുറഞ്ഞു കഴിഞ്ഞപ്പോ രണ്ടാമതും പടച്ചവനെ വാതിലിന്റെ ഭാഗത്തൊരു ശബ്ദം കേൾക്കുകയാണ്. അനുവാദം ചോദിക്കുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വബശ്ശിറുഹു ബിൽ ജന്നാ. നബി തങ്ങൾ പറയുന്ന വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ സ്വർഗം കണ്ട സന്തോഷ വാർത്ത പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ആരാണോ വാതിലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്, ആ മനുഷ്യനോട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറയാൻ നബി തങ്ങൾ പറയുകയാ. സ്വഹാബി രണ്ടാമത് ഓടിച്ചെല്ലുകയാ. വാതില് തുറന്നു നോക്കുമ്പോ ആരാണ് വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നതെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു.
പടച്ചവനെ സ്വഹാബി അവിടുന്ന് സന്തോഷ വാർത്ത പറയുകയാ. അവിടുന്ന് സ്വർഗത്തിലാണെന്നുള്ള സന്തോഷ വാർത്ത പറയുകയാ. പടച്ചവനെ ഉമർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നു. പടച്ചവനെ അവിടുന്ന് നബി തങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞു. അല്ലാഹുവേ, ഉമർ തങ്ങൾ അവിടുന്ന് അനുവാദം ചോദിച്ച് ഇറങ്ങിപ്പോയി. പടച്ചവനെ മൂന്നാമതും വാതിലിൽ സലാം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ആ തോട്ടത്തിന്റെ കവാടത്തിൽ അവിടുന്ന് സലാം കേൾക്കുമ്പോ, അനുവാദം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നബി തങ്ങൾ പറഞ്ഞ മൂന്നാമത് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? ഇഫ്തഹ് അലാ. നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇഫ്തഹ് അലാ ബല്ലാ തഖൂലൂ. നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആദ്യം രണ്ടുപേര് കടന്നു വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞു, വാതിൽ തുറന്നിട്ട് അവരോട് പറയണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന്, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്. വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് പറയണമെന്ന് നബിതങ്ങൾ പറയുമ്പോ, മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്. ആ മൂന്നാമത് നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് നിങ്ങൾ പറയണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. ആ മനുഷ്യനോട് നിങ്ങളെ സന്തോഷ വാർത്ത പറയണം നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. എന്നിട്ട് പ്രത്യേകമായിട്ടൊരു കാര്യം എടുത്തു പറയണേ. പ്രത്യേകമായിട്ട് ഒരു കാര്യം കൂടെ പറയണം. ആദ്യം വന്നവരോട് ചെന്ന് പറയാൻ പറഞ്ഞത് സ്വർഗത്തിലാണെന്ന. ഈ മൂന്നാമത് വന്ന മനുഷ്യനോട് പറയണം നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എടുത്തു പറയണം, ഇത്തിരി പ്രയാസം അനുഭവിക്കേണ്ടി വരും, ഇത്തിരി കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും, എന്നാലും നിങ്ങൾ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ സ്വഹാബി ചെന്നിട്ട് വാതിൽ തുറക്കുകയാണ്. ആരാണ് പടച്ചവര്? ഈ ഭാഗ്യവാൻ ആരാണ്? ചെന്ന് വാതിൽ തുറക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വഹാബി അവിടെന്ന് പറയുന്നു നിങ്ങൾ സ്വർഗത്തിലാണ്, പക്ഷേ ഇത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. പടച്ചവനെ, ഉസ്മാൻ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നു. അതാ പടച്ചവനെ നബി തങ്ങളോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയാണ്. ഉസ്മാൻ തങ്ങൾ ഇറങ്ങി പോവുകയാണ്. എന്തുകൊണ്ടാണ്? ആദ്യം വന്ന രണ്ടുപേരോട് പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. എന്നാ മൂന്നാമത് വന്ന ഒരാളോട് പറയുന്നു നിങ്ങൾ സ്വർഗത്തിലാണ്, പക്ഷേ ഇത്തിരി പ്രയാസമാണ്, ഇത്തിരി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആരാ ഉസ്മാൻ തങ്ങളെന്നറിയുമോ? ചെറുപ്പക്കാരാ, മൂന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? പഠിക്കണേ ചെറുപ്പക്കാരാ, എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ടോ. ഉസ്മാൻ തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചാൽ കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ലടോ. വല്ലാത്ത സങ്കടം തോന്നുന്ന ഒരു ചരിത്രമാണ്. ഏത് മനുഷ്യന്റെയും കണ്ണ് നിറയുമടോ. നമ്മളെല്ലാവരും പടച്ചവനെ മസ്ജിദ് നബവിയിലേക്ക് കടന്നു ചെല്ലുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിടന്നുറങ്ങുന്ന ആ പച്ചക്കുബ്ബയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുമല്ലോ. അവിടുന്ന് പടച്ചവനെ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസാർ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാര്, അവിടുത്തെ സ്വഹാബത്ത്, അവിടുത്തെ കരളിന്റെ കഷ്ടമായ പ്രിയപ്പെട്ട പൊന്നാര മകള് മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെ ഒരുപാട് പേര് കിടക്കുന്ന ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസാനിൽ പോകാറുണ്ടല്ലോ. പലരും ദുആ ചെയ്യാറുണ്ട്, പടച്ചവര് നെല്ലിക്കുന്ന പള്ളിയിൽ 6 അടി മണ്ണ് തരണേ നല്ല ദുആ ചെയ്യുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട്, ഉസ്താദേ ആ ജന്നത്തുൽ ബഖിയിൽ ഒരു 6 അടി മണ്ണ് കിട്ടാൻ
പടച്ചവനെ അവിടെ കിടന്നൊന്ന് മരിക്കാൻ, അവിടെ ഒരാറടി മണ്ണ് തരണേ എന്ന് ദുആ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ, പറയുന്നവരുണ്ടോ? അവിടെ പോയി കിടന്നു മരിക്കാൻ കൊതിക്കുന്നവരുണ്ടോ? എന്തുകൊണ്ടാണ് അവിടെ ഒരാറടി മണ്ണ് കിട്ടാറ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കിടക്കുമല്ലോ, ഫാത്തിമ ബീവിയുടെ ചാരത്ത് കിടക്കാമല്ലോ, നബി തങ്ങളുടെ ഭാര്യമാരും സ്വഹാബത്ത് കിടക്കുന്ന ആ ജന്നത്തിൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലൊന്ന് കിടക്കാൻ കഴിയുമല്ലോ. ഖിയാമത്ത് നാളാകുമ്പോ അവിടെ നിന്നല്ലേ ഒന്നാമതായിട്ട് മുത്തുനബി അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അവിടെ പോയി കിടക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയോ? നമുക്കറിയാഞ്ഞിട്ടാ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, നബി തങ്ങൾ പറയുകയാ, മനിസ്തതാ യമൂതു ഫിൽ മദീന. ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ നാടിനെ ഇഷ്ടപ്പെട്ടാൽ, എന്റെ മദീനയെ ഇഷ്ടപ്പെട്ടാൽ, എന്റെ മദീനയിൽ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ടാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ട മദീന, ആ മദീനയെ സ്നേഹിച്ചുകൊണ്ട്, ആ മദീനയെ ബഹുമാനിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് മദീനത്ത് ചെന്ന് മരണപ്പെട്ട അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? വജബതു ലഹു ശഫാഅതി. അവൻ എന്റെ ശഫാഅത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. മദീനയെ സ്നേഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ മദീനയിൽ പോയി മരണപ്പെട്ടാൽ നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്ന ദിവസമുണ്ടല്ലോ. അതാ ഖബറിനകത്ത് നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും പടച്ചവനെ എഴുന്നേറ്റ് വരുന്ന പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയിൽ അവൻ എന്റെ ശഫാഅത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, ആ ജന്നത്തിൽ ബഖയിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാണാമായിരുന്നു, നടന്ന് ഖബറിന്റെ ആ ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് ചെല്ലുമ്പോ ഒരടയാളം വെച്ച ഒരു ഖബർ കാണാം. ചിലപ്പോഴൊക്കെ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നത് കാണാം. ആ മനുഷ്യനോട് ഈ ഖബർ ആരുടേതാണ്, ഈ ഒറ്റയ്ക്ക് കിടക്കുന്ന ഖബർ ആരുടേതാണ് അവിടെ നിന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ പറയും, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടോ. മഹാനായ ഉസ്മാൻ തങ്ങള് ഒരുപാട് പഠിക്കണം സഹോദരാ. ആ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം പഠിക്കണമടോ. പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്, മുറുകെ പിടിക്കാൻ ഒരുപാട് നന്മകളുണ്ട്. അല്ലാഹുവേ, ആ ഉസ്മാൻ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ തോട്ടത്തിന്റെ അകത്ത് ഇരിക്കുമ്പോ വാതിലിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, വാതിൽ തുറന്നിട്ട് ആ മനുഷ്യനോട് പറയണം, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞേക്കണം. ആ വന്ന് നിൽക്കുന്ന ആൾ ആരാന്നൊന്നും പറഞ്ഞില്ല, അദ്ദേഹത്തോട് പറയണം സ്വർഗത്തിലാണെന്ന്. സഹാബി ആരാ അല്ലാഹ്, ആരാ പടച്ചവൻ, എത്രയും വലിയ ഭാഗ്യവാൻ. നബിതങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ഭാഗ്യവാൻ ആരാ? ഓടിച്ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ അടുത്തുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരാൾ വന്നു. അപ്പോഴും നബിതങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തോട് പോയി പറയണം സ്വർഗത്തിലാണെന്ന്. ആ സ്വഹാബി രണ്ടാമത് ഓടിച്ചെന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഉമർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലാ. നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. പക്ഷെ മൂന്നാമത് ശബ്ദം കേട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തു, ആ വാതിലിന്റെ പുറത്ത് നിൽക്കുന്ന ആളോട് പറയണം സ്വർഗത്തിന്റെ അവകാശിയ, പക്ഷേ ഇത്തിരി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പ്രത്യേകമായി ആദ്യമെന്ന് രണ്ടുപേരോടും പറയാത്ത ഒരു വാക്ക് ആ ആളോട് പറയണം, നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയ, പക്ഷേ
ഇത്തിരി പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാതിൽ തുറന്നു നോക്കുമ്പോൾ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ തങ്ങളായിരുന്നു അത്. എന്തുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ആ സ്വഹാബിയോട് മാത്രം പ്രത്യേകമായിട്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്ക്. 83 വയസ്സ് വരെ ജീവിച്ച സഹാബിയാണ് സയ്യിദുനാ ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബികളുടെ ചരിത്രം വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും ചെറുപ്പക്കാരാ, സങ്കടം വന്നു പോകും മോനെ. ആ സ്വഹാബികളുടെ ചരിത്രം വായിച്ചാൽ അറിയാതെ കരഞ്ഞു പോകും. അതാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്ക്. അവിടുത്തെ പ്രത്യേകത എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 2026 ജീവിക്കുന്ന ഉറൂസിന്റെ അവസാന ദിവസം പടച്ചവനെ 11 മണി കഴിഞ്ഞ് 11:30 ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന 1ാമത്തെ കാര്യം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയോ? ഇന്നത്തെ യുവതലമുറ പഠിക്കട്, ആണുങ്ങളും പെണ്ണുങ്ങളും പഠിക്കട്. മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളെല്ലാവരും പഠിക്കേണ്ട 1ാമത്തെ പാഠം എന്തെന്നറിയോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ 1ാമത്തെ ക്വാളിറ്റി എന്താ? അവിടുത്തെ ജീവിതം എടുത്ത് പഠിച്ചു നോക്കടോ. 1ാമത്തെ ക്വാളിറ്റി എന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്വഭാവ ഗുണമുണ്ടായിരുന്നു. ഉസ്മാൻ തങ്ങൾക്കൊരു സ്വഭാവ ഗുണമുണ്ടായിരുന്നു. എന്താണ് ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം എന്നറിയോ? വല്ലാത്ത ലജ്ജയായിരുന്നു ചെറുപ്പക്കാരാ. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പടച്ചവനെ വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വല്ലാത്ത ലജ്ജയായിരുന്നു. ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നി. ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആദ്യം അബൂബക്കർ തങ്ങളാണ് മുസ്ലിമായത്, പിന്നെ അലിയാർ തങ്ങള്, മഹാനായ ഹദാ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു, 4ാമനായി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, 4ാമനായി ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വന്ന സ്വഹാബി ഉമർ തങ്ങൾ 40ാമനായിട്ടാണ് മെമ്പർഷിപ്പ് എടുത്തത്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവത്വമേ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ ഉറൂസ് മുബാറക്കിനെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 4ാമതായി മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബിയുടെ മുമ്പിൽ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. അവിടുന്ന് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ മുസ്ലിമായടോ, ഉസ്മാൻ തങ്ങൾ മുസ്ലിമായടോ. പടച്ചവനെ, ഉസ്മാൻ തങ്ങൾ മുസ്ലിമായി 83 കൊല്ലം ജീവിച്ചടോ. 83 വയസ്സിലാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച വലത് കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത ആ വലത് കൈയുണ്ടല്ലോ, ആ വലത് കൈ കൊണ്ട് മരിക്കുന്നത് വരെ ഉസ്മാൻ തങ്ങൾ സ്വന്തം ഔറത്തിൽ പോലും തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ തൊട്ട വലത് കൈയുണ്ടല്ലോ, നബി തങ്ങളുടെ കയ്യിൽ മുസാ
മുസാഫഹത്ത് ചെയ്ത വലത് കൈയുണ്ടല്ലോ, ആ വലത് കൈ കൊണ്ട് 83 വയസ്സ് വരെ ജീവിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വേറെ ആരുടെയുമല്ല, സ്വന്തം ഔറത്തിൽ പോലും ആ വലത് കൈ കൊണ്ട് തൊട്ടിട്ടില്ല. കാരണം മുത്തുനബി തൊട്ട കൈയാണല്ലോ, അല്ലാഹുവിന്റെ റസൂല് പിടിച്ച കൈയാണല്ലോ. ആ കൈ കൊണ്ട് സ്വന്തം ഔറത്തിൽ പോലും തൊടാനും ആ സഹാബിക്ക് പേടിയായിരുന്നടോ. വല്ലാത്ത ലജ്ജയായിരുന്നു, വല്ലാത്ത നാണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ മറ്റൊരു ഹദീസ് എടുത്ത് വായിച്ചു നോക്കടോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ ചാരത്ത് നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹുവേ, അപ്പോഴാണ് വീടിന്റെ വാതിൽ ഒരു സലാം കേൾക്കുകയാ. നബി തങ്ങൾ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ വീടിന്റെ വാതിലിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ കടന്നടോ. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് നബി തങ്ങൾ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ കടന്നു. അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുകയാണ്. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിയുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. നബി തങ്ങൾ അങ്ങനെ തന്നെ കടന്നടോ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ കടന്നു. പടച്ചവനെ, അതാ ഉമർ തങ്ങൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉമർ തങ്ങൾ ഇറങ്ങിപ്പോയി. അതാ മൂന്നാമത് സലാം കേൾക്കുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ തങ്ങളുടെ ശബ്ദം കേട്ടപ്പോ റസൂലുള്ളാഹിയുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് എഴുന്നേൽക്കുകയാ. ആയിഷ ബീവിയുടെ മുമ്പില് മടിയിലെ തലവെച്ച് കിടന്ന നബി തങ്ങൾ എഴുന്നേൽക്കുകയാ. എഴുന്നേൽക്കുക മാത്രമല്ല, കമീസ് അല്പം പൊങ്ങിയിരുന്നടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന ആ വസ്ത്രമൊന്ന് അല്പം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നിരുന്നു. ഔറത്തല്ല, ഒരല്പം ഭാഗം മുകളിലേക്ക് ഉയർന്നിരുന്നു. നബി തങ്ങൾ അത് പിടിച്ച് നേരെയിട്ടു. അല്ലാഹുവിന്റെ റസൂൽ വസ്ത്രം നേരെയിട്ടു. ആയിഷ ബീവിയുടെ മടിയിൽ നിന്ന് നബി തങ്ങൾ എഴുന്നേറ്റിരുന്നു. അതാ ഉസ്മാൻ തങ്ങൾ മുത്തി നബിയുടെ ചാരത്ത് കിടന്നു വന്നു. അവിടെ നിന്ന് പടച്ചവനെ പരസ്പരം സംസാരിച്ചു. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് സലാം പറഞ്ഞിറങ്ങിപ്പോയപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ നബിയേ, വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ, നിങ്ങൾ അതുപോലെ തന്നെ കിടന്നല്ലോ, ഉമർ തങ്ങൾ വന്നപ്പോഴും അതുപോലെ കിടന്നല്ലോ, ആ വസ്ത്രം നേരെയിട്ടില്ലല്ലോ, പക്ഷേ ഉസ്മാൻ തങ്ങൾ വന്നപ്പോ എന്തേ നബിയേ എഴുന്നേറ്റത്, എന്തേ നബിയേ വസ്ത്രം നേരെയിട്ടത്, എന്താണ് അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ആയിഷ, എന്റെ ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാ ആയിഷ, എന്റെ ഉസ്മാനിന് അത് ഇഷ്ടപ്പെടില്ല ആയിഷ, എന്റെ ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാണ്. മലക്കുകൾ പോലും ഉസ്മാനിന്റെ ലജ്ജ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടിയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? വല്ലാത്ത ലജ്ജയായിരുന്നു, വല്ലാത്ത ലജ്ജയായിരുന്നു. എന്നാ 2026 ജീവിക്കുന്ന മുസ്ലിമേ, നഷ്ടപ്പെട്ടു പോയ ഒരു അമൂല്യമായ ദിദിയ